ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വയനാടുള്ള കാരാപ്പുഴ റിസോർട്ടിലോട്ടാണ്. ഞങ്ങളുടെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കത്തില്ല. കാരണം ചേട്ടായിക്ക് ലീവ് ഉണ്ടാകത്തില്ല, ചേച്ചിക്ക് ലീവ് ഉണ്ടാകത്തില്ല, ഇനി ഇവരൊക്കെ നാട്ടിലുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ നാട്ടിൽ വരാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ നാട്ടിൽ വന്നാൽ എന്തായാലും പോകുന്നു പറഞ്ഞൊരു ട്രിപ്പാണ്. കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് ആൽഫി പാട്ടൊക്കെ പാടി ഞങ്ങളിങ്ങനെ പെട്ടെന്ന് തന്നെ ടൗണൊക്കെ കവർ ചെയ്തു. അവിടെ എത്താനായി കേട്ടോ, കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഏറെക്കുറെ ഒരു 2.5 hour കൊണ്ട് നമ്മളവിടെ എത്തി. ചെറുതായിട്ട് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വലിയൊരു താമസം നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ അങ്ങനെ ടയർഡൊന്നും ആയില്ലായിരുന്നു. മരിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കപ്പിച്ചിലാണ്. അങ്ങനെ കുറച്ചു നേരം പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേക്കും മരിയ ഓണായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. നമ്മൾ ആ വാട്ടർസ്കേപ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ അത് 2 റൂംസ് ആയിട്ടാട്ടോ, 2 ഹോംസ് ആയിട്ടുണ്ടായിരുന്നത്, മേളിലും താഴെയായിട്ട്. അവിടെ പ്ലേയിങ് ഏരിയയും മരിയ വീടല്ലേ. ഞങ്ങൾ വണ്ടി ഇറങ്ങിയ പാടെ ഞങ്ങൾ പോയിരുന്നത് ആ പാർക്കിലേക്കായിരുന്നു കേട്ടോ. കാരണം ആദ്യം മരിയുടെ കണ്ണ് പാർക്കിലേക്കായിരുന്നു. എന്റെ നാത്തൂൻ അവിടെ കിടന്ന് ഊഞ്ഞാലൊക്കെ ആടുകയാണ്. ഒരാള് പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്തൊക്കെ കേറിയിട്ടുണ്ട്. ഇവിടെ ആൽഫി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൽഫിക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. മരിയയ്ക്ക് പക്ഷെ ഭയങ്കര പേടിയാട്ടോ പട്ടീനെ. മരിയവളൊന്നും ചെയ്യത്തില്ല അത്. കൈ കൊടുക്കണ്ട കണ്ടോ, കടിക്കൂല. റിസോർട്ടിലാണ്. മരി ഉറക്കത്തിലാണ് ഗൈസ്. കുറച്ച് കഴിയുമ്പോ എനർജി വരും. വന്നിരിക്കുന്നേ നമ്മളിവിടെ ഒരു ദിവസം നിൽക്കാൻ, പിന്നെ കുറച്ച് അടിച്ചു പൊളിക്കാൻ. ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന് എന്റെ ബർത്ത്ഡേയാ. നിന്റെ മാത്രമാണോ? ഡാനിയാന്റിന്റെ ബർത്ത്ഡേ അല്ലേ? അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലോട്ടാട്ടോ പോയത്. ആ റൂമൊക്കെ പോയി നോക്കി. പക്ഷെ സിമ്പിളായിട്ടുള്ള ഒരു റിസോർട്ടിൽ 2 ബെഡ്റൂം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര മിനിമലായിട്ട്, ഭയങ്കര സിമ്പിളായിട്ടായിരുന്നു. കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് കൂടെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഈ കാണുന്നതാണ് നമ്മുടെ കാരാപ്പുഴ ഡാം. ഭയങ്കര ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് സൈഡ് വ്യൂ ആയിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട്സ് വരുന്നത്. ഞങ്ങളിപ്പോ വയനാട് റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഡാനിയാൻറ്റി ഇവരൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. അവരിപ്പോ വരുന്നതേ ഉള്ളൂ. അവർ വരുമ്പോ ഞങ്ങൾ കേക്ക് മുറിച്ച് ഞങ്ങൾ അടിച്ച് പൊടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തിനാ അമ്മ കാന്താരിനെ കണ്ടു വെച്ചിട്ടുണ്ട് ഗൈസ്. അതും മീറ്റർ മിനിറ്റ് സെക്കൻഡ്. പേരെന്താ? ആപ്പിൾ ചെറി. പക്ഷെ എത്ര പേർക്ക് ഈ ഫ്രൂട്ട് അറിയാം? ഇതാണ് ആപ്പിൾ ചെറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതും കാണുന്നതും തിന്നുന്നതും. ഇത് കണ്ടോ, ഈ പഴുത്ത് ഇവിടെ വീണ് കിടക്കുന്നതാണ്. ഏതാണ്? ഇതാണ് ആപ്പിൾ ചെറി. കാണാൻ ആപ്പിള് പോലെയൊക്കെ ഉണ്ട്. തിന്നാൻ എങ്ങനെയുണ്ട്? അപ്പൊ അത്ര കൊള്ളത്തില്ലെന്നാണ് ചേട്ടായിന്റെ അഭിപ്രായം. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ തിന്നു നോക്കിയുടെ അഭിപ്രായം പറയാവേ. സത്യം പറയാലോ, തിന്നാൻ കൊള്ളത്തില്ല. നമ്മളെ ചിലിമ്പിക്ക് തിന്നുന്ന പോലെ ഉണ്ട്. ഇപ്പൊ ആപ്പിൾ ചെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽഫിൽ ചേട്ടായിക്ക് വേണ്ടിയിട്ട് ആപ്പിൾ ചെറി കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആപ്പിൾ ചെറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുള്ളതും ടേസ്റ്റ് കുറച്ചുള്ളതുമുള്ള ഒരു ആപ്പിൾ ചെറിയാണ് ഇപ്പൊ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊറേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഓരോന്ന് കഴിച്ചു നോക്കൂ. ഞാനങ്ങനെ അതിലേക്കൂടെ ഒക്കെ നടന്നതാണ്ട്. ചേട്ടായും കുട്ടനും കൂടെ അവിടുത്തെ ആ ചേട്ടനോട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടായി. ടോണി എന്നാണ് പേര്. മിലിറ്ററിക്കാരനാണ് കേട്ടോ. ഇതാണ് എൻ്റെ അനിയൻ, ഞങ്ങളുടെ കുട്ടൻ.
അങ്ങനെ ഇതാണ്ട് മരിയ വീണ്ടും അതിലെ കൂടെ മുഴുവൻ ഓടിച്ചാടി ഡ്രസ്സൊന്നും മറണി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആണ്ട് ആൽഫി വന്നു, രണ്ടുപേരും കൂടെ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ കേറി കുടുങ്ങി പോയി ഗൈസ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ രണ്ടെണ്ണങ്ങള്. ഒന്ന് ആൽഫി, അവളുടെ അനിയത്തി മരിയമോള്, ജുവൽ മരിയ. ഞങ്ങളിപ്പോ റിസോർട്ടിലുള്ള നല്ല റിസോർട്ട്, ആ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു ഫാമിലി വരാൻ കാത്തിരിക്കുക ഗൈസ്. ഞങ്ങളിപ്പോ ഫാമിലി വന്നിട്ട് രാത്രിക്കൊക്കെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കളിക്കും ഗൈസ്. അതേതാണ് ഫാമിലി? അതാരാന്നും കൂടെ പറഞ്ഞു കൊടുക്ക. അതാണ് നമ്മുടെ ഡാനി ആന്റി. പിണങ്ങി നമ്മള് കേറ്റുന്നില്ലെന്ന് പറഞ്ഞ ഒരാൾ അപ്പുറത്തെ ഊഞ്ഞാലിൽ പോയി ആടുന്നുണ്ട്. ചേട്ടായും കുട്ടനും കൂടെ അവിടെ വീണ്ടും ആടാവിനെ പറ്റിയോ അന്താരാഷ്ട്ര കാര്യങ്ങളുടെ വലിയ ചർച്ചയില ഗായ്സ്. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന താഞ്ചേച്ചിയും പിള്ളേരും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നു. ഹായ് ഹലോ ഹലോ, ഇതാണ് ഗൈസ് താഞ്ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. എനിക്കാണ് ഉമ്മ തന്നത്. അന്നമ്മ, ഓ അന്നമ്മ, എടീ തന്റെ ഡ്രസ്സല്ലേ കറക്റ്റ് ആണല്ലേ അന്നേ. ഹായ്. അടോൺ എന്തി? അടോൺ അങ്ങനെ ചേച്ചി വന്നപ്പോഴത്തേക്കും ചേട്ടായിയൊക്കെ വർത്താനൊക്കെ നിർത്തി വന്നു കേട്ടോ. പിന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റാണ്. ഞങ്ങളുടെ അളിയൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് വേണം പറയാൻ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വെറുതെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ ഞങ്ങളങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ടോണിയങ്കളോ അല്ലെങ്കിൽ കുട്ടാങ്കളോ അല്ലെങ്കിൽ അച്ചാച്ചനോ ഇല്ല പണി പാളും മക്കളെ. അല്ല ഇവിടെ നമുക്ക് ഷട്ടിൽ ബാറ്റാണ് കളിക്കുന്നത്. കണ്ടു 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 പൊരിഞ്ഞു പോരാട്ടുണ്ട്. ഓ ഓ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ചീസ്.